രാത്രി മുത്തലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കടന്നു വരുമമ്മ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ കൂട്ടത്തിലിരിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ടല്ലോ. ഞാൻ പറയുകയാണ്, നിങ്ങൾ ഈ സദസ്സിൽ നിന്നൊരു തീരുമാനമെടുക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള പ്രണയം, സ്വലാത്തിന്റെ അനുരാഗം പെയ്തിറക്കിക്കൊണ്ട് ഡെയിലി മദീനയിലേക്ക് പറഞ്ഞു വിടും നബിയേ. ഈ സദസ്സിൽ നിന്ന് നിങ്ങളൊന്ന് തീരുമാനമെടുത്തു പോയാൽ ആ തീരുമാനത്തിന്റെ ബലം കൊണ്ട് ചിലപ്പോ നിങ്ങളുടെ കുടിലിനകത്തേക്ക്, നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നേക്കാം. അതൊരു വലിയ തൗഫീഖല്ലേ ഉമ്മ. അസ്റായീൽ വരുന്നതിന് മുമ്പ് നമ്മളെ കാണാൻ കൊതിക്കുന്ന മുത്ത് റസൂൽ, ആ സുഗന്ധം പരത്തുന്ന കസ്തൂരിയുടെ മണം നമ്മുടെ വീട്ടിന്റെ ഉള്ളിലേക്ക് ഒരു രാത്രി ഒന്ന് പതിഞ്ഞ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഇന്ന് നിങ്ങൾ ഒന്നുകൊടുത്തുകൊണ്ട് കിടന്നിറങ്ങുമ്പോ അല്ലാഹുവേ രാത്രിയിൽ വരികയാണ്, മദീനയുടെ രാജകുമാരൻ വരികയാണ്, എന്നും നഗറിന്റെ ഒരു കുടിലിനകത്ത് വരികയാണ്, ഒരാളെ കാണാൻ വരികയാണ്. അങ്ങനെ ഒന്ന് സങ്കല്പിച്ചു നോക്കുമ്മ, എന്ത് സൗഭാഗ്യമായിരിക്കുമ്മ. അവന് പിന്നെ ഈ ലോകം കിട്ടിയാൽ അതിനേക്കാൾ വലിയ സന്തോഷം എന്താണ്? ലോകത്തിനേക്കാൾ ഏറ്റവും വലുത് ഞങ്ങളുടെ ഹബീബാണ്, ഞങ്ങളുടെ ഹബീബാണ്, ഞങ്ങളുടെ ഹബീബാണ്. ഒന്ന് മനാമിൽ കാണിക്കണേ അമ്മ, ഒന്ന് മദീനയിൽ കാണിക്കണേ, ഒന്ന് മനാമിൽ കാണിക്കണേ അമ്മ. ഇവിടെ വന്നിരിക്കുന്ന ഒരുപാട് സാധുക്കളായ ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. മരിക്കുന്നതിന് മുമ്പ് ആ പച്ചക്കുപ്പയുടെ മുമ്പിൽ ചെന്നിട്ട് അല്ലാഹുവേ പ്രേമം തീരുന്നത് വരെ അസ്സലാമു അലൈക സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് പറയാതെ മരിപ്പിക്കല്ലേ അല്ലാ, എന്ന് പറയാതെ മരിപ്പിക്കല്ലേ അല്ലാ. ആ റൗളയുടെ ഫ്രണ്ടിലേക്ക് ചെല്ലാ എന്റെ ഉമ്മമാർക്ക് നീ തൗഫീഖ് കൊടുക്കണേ അല്ലാ, തൗഫീഖ് കൊടുക്കണേ അല്ലാ, തൗഫീഖ് കൊടുക്കണേ അല്ലാ. മനുഷ്യരില്ല, നിങ്ങളെ ബന്ധുക്കളും കൂട്ടുകാരില്ലേ, ആരെങ്കിലും ഒന്ന് കണ്ടോട്ടെ, ആരെങ്കിലും ഒന്ന് പൊയ്ക്കോട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 സ്വലാത്ത് തിരിച്ചു വെള്ളം കൊടുക്കട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്.